ആ ഈശ്വര അച്ഛൻ എന്താ പോയി നെറ്റ് പോയി. ശരി, അപ്പൊ അമ്മടേം പോയാ? ഞാൻ നിങ്ങളുടെ ഈ മൊബൈലും ലാപ്പും എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ അടുപ്പിലിടും. അതല്ലാന്ന് ഞാൻ മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടും പോയി. ഇനിയിപ്പോ ഇത് അങ്ങനെ നിന്നും പോയി, എന്ത് ചെയ്യും? അപ്പൊ നെറ്റ് ഇല്ലെങ്കിൽ ഇന്ന് ഭക്ഷണല്ലേ? ഇവിടെ ഒരു സിനിമ കണ്ട് പകുതിക്ക് നിർത്തിയൊക്കെയാണ് അച്ഛന്റെ ഭക്ഷണം. ഏട്ടൻ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനി എന്ത് ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല. നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ മുളകുപൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് തക്കാളി വഴന്ന് വന്നിട്ടുണ്ടല്ലോ. ഒന്നുകിൽ ഈ ചോറ് എടുത്തിട്ട് അതിലേക്ക് ഇട്, അല്ലെങ്കിൽ വഴറ്റിയിട്ടുള്ള സാധനം ഒക്കെപ്പാട് എടുത്തിട്ട് ഈ കലത്തിലേക്ക് ഇട്. എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെപ്പാടുണ്ട് കലക്കി കൊണ്ടാ ഞാൻ എങ്ങനെയെങ്കിലും കുടിച്ചോളാം. എനിക്ക് വേണ്ട കൂതറ ഫുഡ്. സത്യോ എന്താ കണ്ട അച്ഛൻ വിശന്നിട്ട് വിളി തുടങ്ങിയിട്ടുണ്ട്. എടി വയസ്സായ ആൾക്കാർക്കെങ്കിലും മര്യാദക്ക് കൃത്യസമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്യണ്ടേ? എന്താണ് ഞാൻ വിചാരിച്ച അച്ഛൻ വിശന്നിട്ടാണ് ഈ മാതിരി വിളി വിളിക്കണതെന്നാ. വിശപ്പ് പിന്നെ സഹിക്കാം, നെറ്റില്ലാതെ എനിക്ക് പറ്റൂല മോനെ. അതെ, അച്ഛനോട് ഞാൻ എന്റെ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാ നീ എനിക്കൊരു മാറ്റ ഫോൺ മേടിച്ച. ഓ, മാട്ടു ഫോൺ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുതല്. മുത്തച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ എന്റെ ബനിയൻ എടുത്ത് ചാർത്തരുത്. ഇത് കണ്ടാച്ചാണ് ദൈവമേ. അതെ, എല്ലാവർക്കും കൂടെ വിഷം വാങ്ങിച്ചു ഞാൻ എവിടെയും കെട്ടി തൂങ്ങി ചാവും. എന്നെ കൂടെ ചെയ്യിക്കരുത്. ഫോൺ സത്യ, ഞാനൊരു മാട്ട് ഫോൺ ഉണ്ടല്ല ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണേ. അവരതായിട്ട് വരുമ്പോ കാശ് കൊടുത്തേക്കണം കേട്ടാ. എങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന്? ഫോൺ കൊണ്ടുവരുമ്പോ പൈസ അടക്കണമെന്നാ പറയണ. അതൊക്കെ മനസ്സിലായി. ഇതൊക്കെ എന്റെ പണിയാ. ആര്? മുത്തച്ഛൻ തന്നെത്താനെ ചെയ്താണത്. ആര്? അച്ഛനോ? അതെ, ഇതൊന്ന് ശരിയാക്കി തന്നെ എന്തെങ്കിലും അച്ഛൻ ഉണ്ടാക്കാം. അമ്മ അത് ഇന്ന് ശരിയാകാൻ പോണില്ല. ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. നെറ്റ് വരുമെന്ന് ഓർക്കണ്ടാ, വേറെ പണി നോക്ക്. ഇതൊന്നും നോക്കാനല്ലോ, എല്ലാവരും വായു മുഴുങ്ങിയിരുന്നോ? മന്മേട്ടാ, ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല. അല്ല, ഒരുത്തിന് മുമ്പിലും നമ്മൾ ആത്മാഭിമാനം വിട്ട് മന്മഥൻ ജീവിച്ചിട്ടില്ല. ഇത് ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത്രയും നാൾ ജീവിച്ചത്. അതെ, മോനെ നെറ്റ് ഉണ്ടടാ? നെറ്റ് പോയി കിടക്കാനല്ല. വൈഫൈയോ? വൈഫൈ ഇല്ല, ഫോണിലും ഇല്ല. അമ്മടേം പോയി, മുത്തച്ഛന്റെയും പോയി, മൊത്തം പോയി. എന്റെ ഇതിൽ നെറ്റ് കിട്ടണില്ല, വൈഫിന്റെ ഫോണിൽ നെറ്റ് ഇല്ല, ഞങ്ങളുടെ വൈഫൈയും പോയി. ഇത് അത് ഒരു മാസമായിട്ട് ഇത് സ്ലോ ആണ്. ഇന്നതേ മൊത്തം പോയി. അതെ, എനിക്ക് എന്റെ നിയന്ത്രണം വിട്ടുമിക്കാണ് ഞാൻ. എന്തേ? അപ്പൊ ഇന്നലെ ഫേസ്ബുക്കിനകത്ത് ഈ പൗരത്വ നിയമത്തിനെതിരെ ഒരുത്തൻ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ അവന് മര്യാദയ്ക്ക് ഒരു മറുപടി കൊടുത്തു. അപ്പോൾ അവൻ എനിക്കിട്ട് ചൊറിയാൻ വന്നത്. ഞാൻ അവന് കുറച്ചുകൂടി സഭ്യമായിട്ടൊരു മറുപടി കൊടുത്തു. മറുപടി ഇല്ലാതായപ്പോൾ അവൻ എന്നെ തെറി പറഞ്ഞു. ഇതിനകത്ത് തെറി അയച്ച് ഞാനുണ്ടല്ലോ, എനിക്ക് പറ്റണ എല്ലാ തെറിയും കൂടെ ടൈപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് അയക്കാൻ ഇരുന്നപ്പോൾ ഈ സാധനം ഇല്ലാതായത്. ഈ നെറ്റ് പോയി. ഇതിപ്പോ എനിക്കത് അയക്കണം. എടാ, ഒന്ന് ഇതിന്റെ ഇതിലുണ്ടോ? ഒന്നുമില്ല. എന്ത് തെറിയാ? അല്ല, ഇതുണ്ടോ കണക്ഷൻ? എന്തെങ്കിലും കണക്ഷൻ ഇല്ലാന്ന് അതല്ലേ ഈ പറയണത്. എന്താ പിന്നെ നീ വിളിക്കും? ഞാൻ അറിഞ്ഞുകൂടാത്ത ആള് എന്ത് തെറി വിളിക്കാനാണ്? എടാ, തെറി വിളിക്കാനല്ല, നെറ്റ് കിട്ടാത്ത എന്താണ് ആ കമ്പനിയിൽ വിളിക്കുന്നത്? കളിക്കുന്നവന്മാര് മനുഷ്യൻ ഓരോരോ ആവശ്യങ്ങൾ ഇതിൽ ചെയ്യാൻ വേണ്ടിട്ട് റെഡിയാക്കുമ്പോ. ഹലോ ഹലോ, ഇവിടെ ഒന്നും നെറ്റ് ഇല്ലല്ലോ ഭായ്. എന്റെ സബ്സ്ക്രൈബർ നമ്പറാ 66621120. സത്യശീലൻ, മരോട്ടിപ്പറമ്പിൽ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? ഇപ്പൊ ഒരു മാസമായിട്ട് സ്ലോ ആണ്. ഇന്ന് കംപ്ലീറ്റ് പോയിക്കാണ്. വൈഫൈ ഇല്ല, ഫോണിലില്ല. ഇതെങ്ങനെ സാധാരണക്കാര് ജീവിക്കും? നിങ്ങൾ വരും എന്ന് പറഞ്ഞാ ഒരു മണിക്കൂറിനകത്ത് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൂടെ അവിടെ വന്ന് ആത്മഹത്യ ചെയ്യുന്നു. ആളുകൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഞാൻ ഒരാളല്ലേ വിളിക്കണത്, ഞങ്ങൾ 5-10 പേര് കൂടിയിട്ടാ വിളിക്കണത്. വരും എന്ന് പറഞ്ഞ എങ്ങനെ? ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടേ? കറണ്ട് കാശ് അടക്കണം, ഭക്ഷണം വെക്കണം, 100 കാര്യങ്ങളുണ്ട്. ഇത് വന്നിട്ട് പതുക്കെ പറഞ്ഞ പോലെ ഉറക്കെ പറയണം. ശരി. അവിടെ നെറ്റില്ല, ഓഫീസിലും നെറ്റില്ല. ഈ കറണ്ട് ബില്ലൊന്നും കൊണ്ടുപോയിട്ട് അടയ്ക്കൂ. അച്ഛനോടല്ലേ പറഞ്ഞു, ഇവിടെ നെറ്റില്ലാതെ കൈയും കാലം തളർന്നിരിക്കുകയാണ്. ഒന്ന് പോയ അച്ഛൻ ഒന്ന് നോക്കിയടാ ഒരു കാലൊന്ന് കൂട്ടി നോക്കിയടാ, ഒരു കട്ടയുടെ അംശം പോലും ഇല്ല. കറി വെക്കാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ എന്ത് ചെയ്യാനാണ്?
ഞാനിപ്പോൾ തെറി പകുതിയിലാക്കി എഴുതി വെച്ചേക്കാം. ഇനി ഞാനത് എന്ത് ചെയ്യും? എനിക്ക് അവനെ വിളിക്കാണ്ടൊരു സമാധാനമില്ല.